തടവുകാരുടെ തോഴൻ ഇനി ഓർമ്മ. തടവുകാർക്കിടയിൽ പതിറ്റാണ്ടുകളായി പ്രേക്ഷിത വൃത്തിയിലേർപ്പെട്ട് തടവുകാർക്ക് എന്നും തോഴനായിരുന്ന ഡോക്ടർ കുഞ്ഞുമോൻ ചാക്കോ ഇനി ജനഹൃദയങ്ങളിലെ ഓർമ്മയിൽ മാത്രം. കഴിഞ്ഞ ദിവസം നിത്യവിശ്രമത്തിനായി കടന്നുപോയ അദ്ദേഹത്തിന്റെ ഭൌതിക ശരീരം വ്യാഴാഴ്ച കോട്ടയം അരീപ്പറമ്പ് ക്രിസ്ത്യൻ ബ്രദറൻ സെമിത്തേരിയിൽ സംസ്കരിക്കും. ഇതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 9 മണിക്ക് അരീപ്പറമ്പ് ഇന്ത്യ ബാപ്റ്റിസ്റ്റ് തിയോളജിക്കൽ സെമിനാരിയിൽ ആരംഭിക്കുന്ന ശുശ്രൂഷകൾക്ക് ശേഷം 12:30-ക്കായിരിക്കും സംസ്കാരം. കൊടും കൊലയാളികളുടെയും നിഷ്ഠൂരന്മാരായ ക്രിമിനലുകളുടെയും ഉറ്റ തോഴനായിരുന്നുവെന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കണം. തടവുകാരുടെ ഹൃദയസ്പന്ദനങ്ങൾ തിരിച്ചറിയാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച ഇദ്ദേഹം പ്രിസൺ ഫെലോഷിപ്പ് ഇന്ത്യയുടെ അമരക്കാരനായിരുന്നു. കുറ്റവാളികളെന്ന നിയമവും സമൂഹവും ഒരുപോലെ മുദ്ര ചാർത്തി കാലത്തിനും കഴുമരത്തിനും മുന്നിൽ വലിച്ചെറിഞ്ഞ ഒരു കൂട്ടം മനുഷ്യരെ തേടിയലഞ്ഞ ഐതിഹാസികത കുഞ്ഞുമോൻ ചാക്കോയുടെ ജീവിതത്തിൽ എന്നുമുണ്ടായിരുന്നു. കോട്ടയം ജില്ലയിലെ അരീപ്പറമ്പ് എന്ന ഗ്രാമത്തിൽ നിന്ന് കേരളത്തിലെയും ഇതര സംസ്ഥാനങ്ങളിലെയും രാജ്യാന്തരങ്ങളിലെയും കാരാഗ്രഹവാസികളുടെ കഥനകഥകൾക്ക് കാതോർക്കാനും നേർവഴിയുടെ ധർമ്മോപദേശങ്ങൾ അവർക്ക് നൽകാനും പോയ ഇദ്ദേഹത്തിന്റെ യാത്രകൾ സാഹസികത നിറഞ്ഞതായിരുന്നു. സൗദി അറേബ്യയിലെ ജയിലുകൾ, സൈപ്രസിലെ നിക്കോസിയ സെൻട്രൽ ജയിൽ, റോമിലെ റബിയൻ പ്രിസൺ, ഇറ്റലിയിലെ മിലൻ റോമിൽ തന്നെ പൌലോസും പത്രോസും കിടന്ന ജയിൽ, നെൽസൺ മണ്ടേല കിടന്ന റോബൻ ഐലൻഡ് പ്രിസൺ, ഗുജറാത്തിലെ സബർ ആശ്രമം ജയിൽ തുടങ്ങിയ പ്രസിദ്ധങ്ങളായ ജയിലുകൾ സന്ദർശിച്ചും തടവുകാരോട് സദ്വാർത്ത അറിയിക്കാൻ കഴിഞ്ഞ മഹത് വ്യക്തിത്വത്തെ ക്രൈസ്തവ മലയാളിക്ക് മാത്രമല്ല സമൂഹത്തിന് തന്നെ മറക്കാനാകില്ല. ആന്ധ്രയിലെ വിശാഖപട്ടണത്തിൽ ഒരു ഷിപ്പിംഗ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന കാലയളവിൽ അയൽവാസിയായ ജയിൽ സൂപ്രണ്ട് ക്രിസ്മസ് ജയിലിലെ ഒരു വിശേഷ ദിവസമാണെന്നും അന്നേ ദിവസം ജയിലിൽ ആഘോഷം നടത്താൻ കഴിയുമോ എന്നും അതിന് നിങ്ങളുടെ സഭയ്ക്ക് അനുവാദം തരാമെന്നുമായിരുന്നു ചോദിച്ചത്. 1972 കാലഘട്ടത്തിൽ വിശാഖപട്ടണം ജയിലിൽ 1500ഓളം തടവുകാരുണ്ടായിരുന്നു. ഇതിന് തയ്യാറായ ഡോക്ടർ അതിന് തയ്യാറായി തുടർന്ന് ദൈവം മനുഷ്യവർഗത്തിന് നൽകിയ സന്തോഷവും രക്ഷയുമാണ് ക്രിസ്മസ് എന്ന സന്ദേശവും നൽകി. ആ ജയിൽ സന്ദർശനം കുഞ്ഞുമോൻ ചാക്കോയുടെ ജീവിതത്തിലെ നാഴികകല്ലായി മാറി. മനസ്സിൽ നിരന്തരമുണ്ടായ ഒരു മന്ത്രണം ഒരു പ്രത്യേക ദൌത്യത്തിനു വേണ്ടി ദൈവം വിളിക്കുകയാണെന്ന് ബോധ്യമായതോടെ കുടുംബസ്ഥനായ അദ്ദേഹം ഭേദപ്പെട്ട ജോലിയും വരുമാനവും ഉപേക്ഷിച്ച് സുവിശേഷ വേലയ്ക്കിറങ്ങി. തടവുകാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന ദൌത്യത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിനെ മതിച്ചു. ജയിലിലെ അന്തേവാസികൾക്കിടയിൽ എന്തെങ്കിലും പ്രവർത്തനം ആരംഭിക്കുന്നുവെങ്കിൽ അത് കേരളത്തിൽ നിന്ന് തന്നെയാകണമെന്ന് അദ്ദേഹം ഉറപ്പിക്കുകയും ചെയ്തു. അന്നത്തെ ജയിൽ IG P ഗോപാലകൃഷ്ണ മേനോനെ സന്ദർശിച്ച് തന്റെ താൽപര്യം അറിയിച്ചു. ജോലി രാജിവെച്ച അദ്ദേഹം 1973 സെപ്റ്റംബർ മാസത്തിൽ ഭാര്യ ജൈനമ്മ, മക്കൾ ബിന്ദു, ബിന്നി എന്നിവർക്കൊപ്പം കോട്ടയത്തെത്തി ഒരു വാടക വീടെടുത്ത് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. തുടർന്നാണ് പ്രിസൺ ഫെലോഷിപ്പ് എന്ന പേരിൽ ധർമ്മസ്ഥാപനം രജിസ്റ്റർ ചെയ്തത്. വൈകാതെ പ്രിസൺ ഫെലോഷിപ്പ് ഇന്റർനാഷണൽ ഏഷ്യൻ ഡയറക്ടറായി നിയമിതനായി. ഈ കാലയളവിൽ ഒട്ടേറെ രാജ്യങ്ങളിൽ തടവുകാരും സാമൂഹ്യ പ്രതിസന്ധികളും എന്ന വിഷയത്തിൽ പ്രഭാഷണ യാത്രകളും നടത്തി. ഇറ്റലിയിലെ മനിലയിൽ UN സംഘടിപ്പിച്ച ക്രൈം കോൺഫറൻസിൽ അവതരിപ്പിച്ച പ്രബന്ധമാണ് സൗദി അറേബ്യൻ ഗവൺമെന്റിന് ക്ഷണിതാവായി ജയിൽ മേധാവികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ അവസരമായത്. തടവുകാരെയും പുറംതള്ളപ്പെട്ട കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കുവാനും മക്കളെ പഠിപ്പിക്കാനുമായി പ്രഷ്യസ് ചിൽഡ്രൻ വില്ലേജ് സ്ഥാപിച്ചു. 2000 ഇന്ത്യ ബാപ്റ്റിസ്റ്റ് തിയോളജിക്കൽ സെമിനാരിയും അരീപ്പറമ്പിൽ സ്ഥാപിച്ചു. തടവുകാരന്റെ ഡയറി, കുടുംബവിശേഷങ്ങൾ, ചൊട്ടയിലെ ശീലം, ഹൃദയസ്പന്ദനങ്ങൾ, തടവുകാരെ തേടിയ ആത്മകഥ, ഉണ്ണി വാവാവോ, ജീവിത വിജയത്തിന് 12 പടികൾ, 1001 പ്രസംഗക്കുറിപ്പുകൾ എന്നിവയായിരുന്നു മുഖ്യരചനകൾ. ബ്രദറൻ വോയ്സ് വാരിക, ഇമ്മാനുവൽ ഗോസ്പൽ ടീം എന്നിവയ്ക്ക് ഇദ്ദേഹം തുടക്കമിട്ടു. പാമ്പാടി, വാളകം ക്രൂസൈഡുകൾ ഇക്കാലയളവിൽ ആരംഭിച്ചു. സുവിശേഷകൻ ബാലസംഘം ജനറൽ സെക്രട്ടറിയായി ചുമതലയും വഹിച്ചു. മികച്ച പ്രഭാഷകനും പരിഭാഷകനും സംഘാടകനുമായിരുന്നു. ശാരീരിക അസ്വസ്ഥത മൂലം ചില വർഷങ്ങളായി വിശ്രമത്തിലായിരുന്നു. പ്രമുഖ ക്രിസ്തീയ ഗായകൻ ബിനോയ് ചാക്കോ സഹോദരൻ കൂടിയാണ്. ഗുഡ് ന്യൂസ് ഫ്ലാഷ് കോട്ടയം.